ഇത് നമുക്ക് വെണ്ടക്കായ മൊരിച്ചിട്ട് എടുക്കുന്നത് ഇനി നോക്കാം. ഈ വെണ്ടക്കായ മൊരിച്ചെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാനിവിടെ തേങ്ങക്കൊത്തും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കുന്ന സമയത്ത് ഫസ്റ്റ് തേങ്ങക്കൊത്താണ് ചേർക്കാം. അപ്പോൾ തേങ്ങക്കൊത്ത് നിങ്ങൾക്ക് നന്നായിട്ട് മൊരിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ തേങ്ങക്കൊത്ത് ചെറുതായിട്ട് മാത്രമേ മൊരിക്കുന്നുള്ളൂ. കാരണം വെണ്ടക്കായ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ തേങ്ങക്കൊത്ത് നമുക്ക് മൊരിഞ്ഞിട്ടില്ല. അപ്പോൾ ആ തേങ്ങക്കൊത്ത് മൊരിച്ചിട്ട് എടുക്കുന്നത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. നന്നായിട്ട് മൊരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ചെറുതായിട്ട് മൊരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കുന്നത്. ഈ വെണ്ടക്കായ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതൊരു 600 ഗ്രാം വെണ്ടക്കായ ഉണ്ട്. ഈ വെണ്ടക്കായ ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരുന്ന വെണ്ടക്കായ അത്രയ്ക്ക് അധികം വലിപ്പമില്ലാത്ത വെണ്ടക്കായായിരുന്നു. അപ്പോൾ ഞാനിവിടെ വെണ്ടക്കായനെ ഏറ്റവും രണ്ടായിട്ട് പൊളിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തത്. ചിലപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വലിയ ടൈപ്പ് വെണ്ടക്കായ കിട്ടും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഇങ്ങനെ 4ആയിട്ട് പൊളിച്ചിട്ട് ഇതേപോലെ നല്ല ചെറുതായിട്ട് വേണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെണ്ടക്കായ ഇപ്പോൾ കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതെടുത്തപ്പോൾ ഇതൊരു 600 ഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ കറിവേപ്പില വേണം. കുറച്ച് തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട്. നല്ല കനം കുറച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങക്കൊത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതും കൂടി ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെണ്ടക്കായയുടെ കൂടെ ഈ തേങ്ങക്കൊത്തും കൂട്ടിയിട്ടാണ്ട് മുരിഞ്ഞിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ തേങ്ങക്കൊത്ത് ഞാനിതോടെ ഒരു ചെറിയൊരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ട് തേങ്ങക്കൊത്താണ് എടുത്തേക്കുന്നത്. അതിപ്പോൾ ഇത്തിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് ഞാനിവിടെ ഇതേപോലത്തെ 3 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം. അത് രണ്ടും ഞാൻ ഈ വെണ്ടക്കായയിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് പറയാം. അപ്പോൾ ഇത് വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. അത് ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കുക. ഇതിലേക്ക് നിങ്ങൾ ഓയിൽ ചേർക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ഓയിൽ ചേർക്കണ്ട. കാരണം ഈ വെണ്ടക്കായ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ തീ ഇത് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ടാണ് ഇത് നമ്മൾ മൊരിച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കിച്ചണിൽ വേറെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇത് കൊണ്ട് വറക്കാനിട്ടാൽ മതി. ഇത് നമ്മളിങ്ങനെ എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ചെറിയ ചൂടിൽ കിടന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരണം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും തേങ്ങക്കൊത്തും ചേർക്കാം. ഈ തേങ്ങക്കൊത്തിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഇത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ട് ഇതിലേക്ക് നമുക്ക് വെണ്ടക്കായ ചേർക്കാം. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. മുളകിൻ്റെ പൊടി ഇപ്പോൾ ചേർക്കണ്ട. ഇത് ഏതാണ്ട് ഇത് നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം മുളകിൻ്റെ പൊടി ചേർത്താൽ മതി. അല്ലെങ്കിൽ മുളകിൻ്റെ പൊടി നമ്മൾ ഏറ്റവും ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ പൊടി പെട്ടെന്ന് അങ്ങോട്ട് കരിയും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കണ്ട, ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അത് ഇതേപോലെ ഒന്നിങ്ങനെ പരത്തിയിട്ട് വെക്കണം. പിന്നെ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി വെക്കണ്ട. ഇതേപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എപ്പോഴും നമ്മൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കണ്ട, ഇതിങ്ങനെ കിടന്ന് മുരിഞ്ഞോളും. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെക്കരുത്. വലിയ ബർണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും നടുക്കായിട്ട് വെക്കാം. അത് മൂടി വയ്ക്കണ്ട, അതിൻ്റെ തുറന്ന് തന്നെ ഇരുന്നോട്ടെ. ഈ വെണ്ടക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ തീ ഒന്നും കൂടി ഒന്ന് കൂട്ടി വയ്ക്കുക. പിന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് അടിയിൽ പിടിക്കില്ല. തുടക്കത്തിലൊക്കെ പെട്ടെന്ന് അടിയിൽ പിടിക്കും. പിന്നെ ആ വെണ്ടക്കായയുടെ ഒരു സ്റ്റിക്കി പോലെ ഒരു ഇതുണ്ടല്ലോ, അതങ്ങോട്ട് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് അടിയിൽ പിടിക്കില്ല. അപ്പോൾ വെണ്ടക്കായ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതൊരുവിധം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം മൊരിച്ചിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അതനുസരിച്ചിട്ട് മൊരിച്ചിട്ടുണ്ട്. എനിക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മുരിയണം. അപ്പോൾ ഈ വെണ്ടക്കായ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മൾ ചേർത്ത വെണ്ടക്കായയുടെ ഒരു 1/4 ഭാഗമായിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്യാം.
ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണത്. സാധാരണ വെണ്ടക്കായ ഇഷ്ടമില്ലാത്തവർക്കും ഇതേപോലെ ഇങ്ങനെ മൊരിയിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതും പിന്നെ കുറച്ച് തൈരും കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പപ്പടം കൂടിയിട്ടുണ്ടെങ്കിൽ ചോറിനാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.